അയ്യോ, എന്ത് പറ്റി ആകാശ്? അത് പിന്നെ മാഡം, വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. സാരമില്ല, ബസ് സ്റ്റോപ്പ് അടുത്ത് തന്നെ ഉള്ളത്, ഞാൻ പോവാ. ബൈ. മാഡം മാഡം നിക്ക്, ഞാനും കൂടെ വരാന്നേ. ആകാശ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ മാഡം. നിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഞാനും എന്റെ ചിറ്റപ്പനും മാത്രമേ ഉള്ളൂ മാഡം. നിന്റെ ചിറ്റപ്പനോ? അപ്പൊ നിന്റെ പാരന്റ്സ്? ഇല്ല മാഡം, എന്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു അത്ര. എന്റെ അച്ഛൻ്റെ ഈ വണ്ടി അല്ലാതെ എന്റെ കയ്യില് വേറെ ഒന്നുമില്ല മാഡം. എന്റെ ചിറ്റപ്പനാണ് എന്നെ ഇതുവരെ നോക്കിയത്. അങ്ങനെയാണോ? സോറി ആകാശ്. അതൊന്നും കുഴപ്പമില്ല മാഡം. നന്നായിട്ട് പഠിക്കാം ആകാശ്. നല്ല മാർക്ക് വാങ്ങി ഉള്ളതിൽ വെച്ച് ടോപ്പ് കോളേജിൽ സീറ്റ് വാങ്ങാൻ നോക്ക്. അങ്ങനെ നല്ല ജോബ്, നല്ല സാലറി, നിനക്കില്ലാതിരുന്ന ഒരു കുടുംബം ആവാൻ വേണ്ടി ഒരു നല്ല ഫാമിലിയിൽ ഇരുന്നൊരു പെണ്ണിനെ കെട്ടിക്കോ. നിന്റെ ലൈഫ് നന്നായി വരും ആകാശ്. ലൈഫിൽ എന്തെങ്കിലും ഒന്നും ഇല്ലാന്ന് വെച്ചിട്ട് എല്ലാം ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ലൈഫ് വളരെ ചെറുതാണ്, അത് നമ്മൾ വലുതായിട്ട് ഡിസൈൻ ചെയ്യണം. അപ്പോഴാ അത് മനോഹരമാവുന്നേ. മാഡം, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കാം ആകാശ്. അത് അത് എനിക്ക് കുറച്ച് പേടിയാവുന്നു മാഡം. പേടിയുണ്ടെങ്കിൽ എപ്പോഴും പിന്നിലായിരിക്കും ആകാശ്. പേടിക്കാതെ ധൈര്യമായിട്ട് മുന്നോട്ട് വരാൻ പഠിക്കേ. ശരി, പേടിക്കാതെ ചോദിക്കേ. മാഡം, അത് അത് ഞാൻ മാഡം നിങ്ങളെ... ആകാശ്, ബസ് വരുന്നുണ്ട്, ഞാൻ ബസ്സിൽ പോവാ. നീ സൂക്ഷിച്ചു വാ കേട്ടോ. ബൈ. മാഡം